മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 10 വർഷത്തെ എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് മനസ്സിലായത് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അളക്കാൻ കഴിയാത്ത ഒരു അളവുകോലാണ്. അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ, ഈ ഭൂമിയുടെ ഭൂപടം വരച്ചാൽ അതിലൊരു ഡോട്ട് ഇടാൻ പോലും വലിപ്പമില്ലാത്ത ഒരു സൃഷ്ടിയാണ്. അങ്ങനെയുള്ള നമ്മളുടെ മനസ്സിനകത്ത് കൊള്ളുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്ര വലിയ ഭൂമി ആയിക്കോട്ടെ, എത്ര വലിയ സൗരയൂഥമായിക്കോട്ടെ, ഇനി നിങ്ങളീ പറയുന്ന സൂര്യൻ്റെ വലുപ്പമായിക്കോട്ടെ, പ്രപഞ്ചത്തിൻ്റെ വലുപ്പമായിക്കോട്ടെ, നമ്മളിന്ന് കണ്ടെത്തിയതെല്ലാം നമ്മളുടെ മനസ്സിൽ കൊള്ളുന്നവയാണ്. അപ്പോൾ പേരിന് പോലും ഒരു ഡോട്ടായിട്ട് പോലും ഒരു മാപ്പിൽ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ വലുപ്പം, ആഴം എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം അതിൽ വരുന്ന പ്രശ്നങ്ങളും അത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരാൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കും. ആങ്സൈറ്റിയും അതുപോലെ തന്നെ. അപ്പോൾ അതിനെ നമ്മൾ കണ്ടെത്തി ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്കോപ്പ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ്, ഇത്തരം കാര്യങ്ങളെ പറ്റി ഞാൻ എൻ്റെ അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. അത് ഞാൻ തീർച്ചയായിട്ടും നോക്കുകയും അതിനനുസരിച്ച് എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങളിൽ നിന്ന് ഞാൻ കൂടുതൽ പഠിക്കുകയും ചെയ്യും.